ഫോണിലൂടെയും അതുപോലെ തന്നെ മറ്റ് ഡിജിറ്റൽ ഡിവൈസുകളിലൂടെയും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളെയെല്ലാം ആ മെഷീൻ പഠിച്ച് നാം പല പല അവസരങ്ങളിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു മേഖലയാണ് മെഷീൻ ലേണിംഗ്. കുറച്ചുകൂടി വ്യത്യസ്തമായി നമ്മൾ നൽകുന്ന സന്ദേശങ്ങൾ, നമ്മൾ നൽകുന്ന ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ നമ്മളയക്കുന്ന ചിത്രങ്ങൾ, ഇവയൊക്കെ പഠിക്കുന്നത്, ഇവയൊക്കെ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗ് ഒരുക്കുന്ന പഠന സാധ്യതകൾക്കൊപ്പം തന്നെ മെഷീൻ ലേണിംഗ് റീപ്ലേസ് ചെയ്യുന്ന കുറേ തൊഴിൽ മേഖലകളുമുണ്ട്. ക്ലറിക്കൽ വർക്കുകളൊക്കെ മെഷീൻ ലേണിംഗ് ഒരുപക്ഷെ നാളെ ആവശ്യമില്ലാത്ത തരത്തിലേക്ക് മാറ്റപ്പെട്ടേക്കാം. ഡാറ്റ എൻട്രി പ്രോസസ്സിന് പരിമിതികൾ, അതിൻ്റെ ആവശ്യകതകൾ ഇനി ഇല്ലാതായേക്കാം. അതുപോലെ തന്നെ കാഷ്യർ, ബില്ലിംഗ് സ്റ്റാഫ്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ആളിൻ്റെ ആവശ്യമില്ലാതായി വരാം. ലോജിസ്റ്റിക്സ് മേഖലയിൽ റൂട്ട് ഫിക്സ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ഡെലിവറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇനിയുള്ള കാലത്ത് ഒരുപക്ഷെ മെഷീൻ ലേണിംഗ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പാർട്ടായിട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു സബ് ഡിവിഷൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാൽ മാത്രമേ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രണ്ട് മേഖലകൾ, ആ രണ്ട് തൊഴിൽ മേഖലകളിൽ മെഷീൻ ലേണിംഗ് എന്ന തൊഴിൽ മേഖല നിരവധി തൊഴിൽ മേഖലയെ ഒരുപക്ഷെ ഇല്ലാതാക്കിയേക്കാം. കൃത്യമായ ഇടവേളകളിൽ നമുക്ക് പണം അടയ്ക്കുന്നതിനുള്ള റിമൈൻഡറുകൾ അയക്കുകയും ഇൻസ്റ്റാൾമെൻറ്റ് പോലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനുള്ള റിമൈൻഡറുകൾ അയക്കുകയും പണം ക്രെഡിറ്റ് ചെയ്യേണ്ടടുത്ത് ക്രെഡിറ്റ് ചെയ്യുകയും ഡെബിറ്റ് ചെയ്യേണ്ടടുത്ത് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് ബാങ്കിങ് ആക്ടിവിറ്റീസ് ആൻഡ് കളക്ഷൻ ആക്ടിവിറ്റീസിനെ മാറ്റുക. അതേപോലെ തന്നെ നമ്മളുടെ ആവശ്യകതകൾക്കനുസരിച്ച് ടൈപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഡാറ്റ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു കമാൻഡിൽ മതിയായ ഡാറ്റ എൻട്രി നടക്കുന്ന തരത്തിലേക്കൊക്കെ മെഷീൻ ലേണിംഗ് അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖലകൾ പലതും പതുക്കെ ഇത്തരത്തിലുള്ള പരമ്പരാഗത തൊഴിൽ മേഖലകൾ പലതും റീപ്ലേസ് ചെയ്യപ്പെടും. തൊട്ടപ്പുറത്ത് ഒഴിവാക്കപ്പെടാൻ കഴിയാത്ത വളരെയധികം സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. മെഷീൻ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം സൈബർ സെക്യൂരിറ്റി വലിയ സാധ്യതകളാണ് അവിടെ തുറക്കപ്പെടുക. മെഷീൻ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു മെഷീന് ഒരു പരിധിക്കപ്പുറം ചെയ്യാൻ കഴിയില്ല. സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ ഒരാളുടെ വൈകാരിക തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട മേഖലകളിൽ ഒരിക്കലും മെഷീൻ ലേണിങ്ങിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മേഖലകൾ ഈ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോഴും ഡോക്ടറുടെ നേരിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമായി വരുന്ന മേഖലകൾ മാറ്റിമറിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ ടീച്ചേഴ്സ്, കുട്ടികളുമായിട്ട് നേരിട്ട് സംവദിക്കേണ്ട ചില മേഖലകൾ ടീച്ചിങ് പ്രൊഫഷനിൽ തീർച്ചയായിട്ടും അവശേഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകൾ ഒരു വശത്ത് MLുമായിട്ട് മെഷീൻ ലേണിങ്ങുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും. അത്തരത്തിൽ മെഷീൻ ലേണിങ്ങുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ മേഖലകളിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, കൾച്ചറലായിട്ടുള്ള മേഖലകൾ, കലാപരമായ സാധ്യതകൾ, ഇതൊക്കെ ഒരു പെർഫോമിംഗ് ആർട്സ് എന്ന മേഖലകളിൽ മനുഷ്യൻ്റെ പ്രസൻസ് ഒഴിവാക്കാൻ നമുക്ക് ഈസിയല്ല. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കേണ്ടി വരും. മെഷീൻ ലേണിംഗ് അസസ് ചെയ്യുന്ന വാക്കുകൾ, ആ വാക്കുകളുടെ സ്ലാങ്, ആ വാക്കുകളുടെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ, ഇതിനെയൊക്കെ ഒരു മനുഷ്യ സഹായമില്ലാതെ, ലാംഗ്വേജിൻ്റെ വലിയൊരു സാധ്യത അവിടെയാണ് ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക. കാരണം ഒന്ന് ടോൺ മാറിയാൽ പോലും ഒരു വാക്കിൻ്റെ അർത്ഥം മാറ്റപ്പെടുന്നു എന്ന് നമുക്കറിയാം. സാഹചര്യങ്ങൾക്കനുസരിച്ച് അർത്ഥം മാറ്റപ്പെടുന്നു എന്ന് നമുക്കറിയാം. പ്രാദേശികമായ വകഭേദങ്ങൾ ഓരോ വാക്കിനും ഉണ്ട് എന്ന് നമുക്കറിയാം. ഇതൊക്കെ എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് അസസ് ചെയ്യുക? മെഷീൻ ലേണിംഗ് ഇതൊക്കെ അസസ് ചെയ്യുന്നതിന് വലിയ ഒരു പൂള്, നമുക്ക് ഒരു വൊക്കാബുലറി നമുക്ക് ഇപ്പുറത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അത് അസസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ഒരു എത്തിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങളെ, അതുപോലെ തന്നെ ഫാക്റ്റ് ചെക്കിംഗ് പോലുള്ള മേഖലകളിലൊക്കെ മനുഷ്യൻ്റെ പ്രവർത്തന സാധ്യതകൾ വളരെ വിപുലപ്പെടുകയാണ് മെഷീൻ ലേണിംഗ് മേഖലയിൽ ഉണ്ടാവുക.
മെഷീൻ ലേണിംഗ് മേഖലയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധ്യതയുടെ ഒരു ലോകമാണ് AI ആൻഡ് ML എന്ന് പറയുന്നത്. അതേതാണ്ട് 30% മുകളിൽ വളർച്ച നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള വലിയ വളർച്ചാ നിരക്ക്, അതും ഒരു 3 ഇരട്ടി വേഗത്തിലാണ് ഓരോ വർഷവും ഈ ഒരു സാധ്യത വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെയൊക്കെ കണക്ക് പ്രകാരം ഏതാണ്ട് ഒരു 12 മില്യൺ ജോബാണ് ഇതിലൂടെ ML ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. 2028 12 മില്യൺ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്യുമെന്നാണ് നമ്മളുടെ വേൾഡ് ഇക്കണോമിക് ഫോറം നമ്മുടെ മുമ്പിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കണക്ക് പറയുന്നത്. ഇന്ത്യയിലും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖല തന്നെയാണ് ML, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ മാത്രമല്ല വരും കാലഘട്ടത്തിൻ്റെയും വലിയ തൊഴിൽ സാധ്യതകളുടെ ഒരു അനന്തമായ മേഖല. അപ്പോൾ നമുക്ക് ഇതൊരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ്. സ്വാഭാവികമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചൊരു കുട്ടിക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് പോകാം. ആ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ കഴിയും. ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇത് പഠിക്കാൻ കഴിയും. എല്ലാ എഞ്ചിനീയറിംഗ് മേഖലകളിലും മെഷീൻ ലേണിങ്ങിൻ്റെ സാധ്യതകളെ നമുക്ക് കാണാനും കഴിയും. അപ്പോൾ ഇത് മൈനറായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മൈനറായിട്ട് പഠിക്കാം, അല്ല മേജറായിട്ട് തന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് AI-യും ML-ഉം ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് അവസരമുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിന് ഒന്ന് നമുക്ക് പോകാൻ കഴിയുക പോളിടെക്നിക് ഡിപ്ലോമയാണ്. ഒരു സൂപ്പർവൈസറി കേഡറിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പോളിടെക്നിക് ഡിപ്ലോമയിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും. രണ്ടാമത് വരുന്നൊരു മേഖല എന്ന് പറയുന്നത് BTech ആണ്, ഡിഗ്രിയാണ്, BTech ആണ്. അപ്പോൾ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഓർ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവിടെ എൻട്രൻസ് ഉണ്ട്. എൻട്രൻസിന് ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEO, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ കീമോ, കുസാറ്റ്, കാറ്റോ ഒക്കെ എഴുതിയിട്ട് നമുക്ക് ഇവിടുത്തെ പ്രീമിയം കോളേജുകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സർവകലാശാലകളിലുമൊക്കെ പഠനം ആരംഭിക്കാം. അത്തരത്തിൽ പഠന സാധ്യതകൾ ഒരുക്കുമ്പോഴത്തേക്കും വളരെ ഡൈനാമിക്കായിട്ട് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജികൾക്കനുസരിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്യാനുള്ള മനസ്സോടുകൂടി തന്നെയായിരിക്കണം നമ്മൾ ഈ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ടത്. ഏറ്റവും മികച്ച കലാലയങ്ങൾ തിരഞ്ഞെടുക്കുക, സർവകലാശാലകൾ തിരഞ്ഞെടുക്കുക. അവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോബിലേക്ക് തന്നെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അത്തരത്തിൽ ആ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോബിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിൽ സാധ്യതകൾ ഓപ്പൺ ആവുകയാണ്. കാരണം വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ട്, ഫാസ്റ്റ് ഗ്രോവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് യഥാർത്ഥത്തിൽ AI ആൻഡ് ML എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന പഠന തൊഴിൽ മേഖല. എല്ലാ മേഖലകളിലും, അത് ഹെൽത്ത് ആയിക്കോട്ടെ, ഗവേണൻസ് ആയിക്കോട്ടെ, അതായത് മൊബിലിറ്റി ആയിക്കോട്ടെ, ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, എല്ലാ മേഖലകളും, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ടെക് കമ്പനികളായിക്കോട്ടെ, എഡ്യൂടെക് കമ്പനികളായിക്കോട്ടെ, ഇവിടെയൊക്കെ ഈ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്താതിന് മുന്നോട്ട് പോവുക നമുക്ക് അസാധ്യമാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ വിഷ്വൽ സ്പാഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ അപ്ലൈ ചെയ്യപ്പെടേണ്ട ഒരു മേഖല കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വരും കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച വളർച്ചാ നിരക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന, ഏറ്റവും കൂടുതൽ സാധ്യതകളെ കണ്ടെത്താൻ കഴിയുന്ന, എല്ലാ മേഖലകളിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ദിനംപ്രതി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. അതുകൊണ്ട് തന്നെ ഇത് ഡെയിലി അപ്ഡേഷൻ വേണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം അതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു 10 തവണ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് തെറ്റായൊരു ഇൻപുട്ടാണെങ്കിൽ മെഷീൻ ലേണിംഗ് തരുന്ന ഔട്ട്പുട്ടും തെറ്റായതായിരിക്കും. അപ്പോൾ നമ്മൾ 1+1=2 എന്ന് നമ്മൾ പറയുമ്പോൾ മെഷീൻ ലേണിംഗ് നമ്മളോട് 2 എന്ന് പറയുമ്പോൾ നമ്മളതിനെ നിരന്തരം ഗണിച്ചു കൊണ്ടിരുന്നാൽ മെഷീൻ ലേൺ ചെയ്യുന്നത് അത് തെറ്റാണ് 3 എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലേൺ ചെയ്യുന്നത് ഈ ഉത്തരം 2 എന്നത് തെറ്റാണ് 3 എന്നായിരിക്കും കുറേ കഴിയുമ്പോൾ. ഇത്തരത്തിലുള്ള എറേഴ്സ് ധാരാളം ഉണ്ടാകാം. അതാണ് സൈബർ സെക്യൂരിറ്റിയുടെയും അതുപോലെ തന്നെ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു എത്തിക്കൽ ഫാക്ടറിൻ്റെയും ഫാക്റ്റ് ചെക്കിങ്ങിൻ്റെയും ഒക്കെ ഒരു വലിയ തൊഴിൽ മേഖല ഇപ്പുറത്ത് സെപ്പറേറ്റ് ഡെവലപ്പ് ചെയ്ത് വരുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം അതാണ്. കാരണം ഇൻപുട്ടിനെ അസസ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള യഥാർത്ഥ ആൻസർ എന്താണ്, യഥാർത്ഥ ഔട്ട്പുട്ട് എന്തായിരിക്കണം, ഏതാണ് ശരി തെറ്റ് എന്നുള്ള ഫാക്റ്റ് ചെക്കിങ്ങിനൊക്കെ ഇപ്പുറത്ത് ഒരു ബൈസ്റ്റാൻഡിങ് ഹ്യൂമൻ പ്രസൻസ് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ സെൻട്രിക്
സ്പെസിഫിക് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഇപ്പുറത്തൊരു വശത്ത് ഉണ്ടായിരിക്കും. മെഷീൻ ലേണിംഗ് എത്ര അഡ്വാൻസ് ചെയ്താലും എന്നുള്ള ഒരു ഫാക്ടർ അവിടെ നിൽക്കുകയാണ്. ഈ സാധ്യതകളെ നമുക്ക് ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താം. മാറുന്ന കാലഘട്ടങ്ങൾക്കനുസരിച്ച്, തൊഴിലിടങ്ങൾക്കനുസരിച്ച് നമുക്കും മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം, നമുക്കും അഡ്വാൻസ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം.